മദർ ഓഫ് ഗ്ലോറി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ അമ്മമാരെ ആദരിച്ചു. മദർ ഓഫ് ഗ്ലോറി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ അമ്മമാരെ ആദരിച്ചു. പന്നിത്തടം ടെലികോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന മാതൃസംഗമത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമായി 500-ലേറെ അമ്മമാരും കുട്ടികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം MLA AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഒരു വീട്ടിൽ അങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടായാൽ അതിൻ്റെ പരിചരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. വീട്ടിലെ ഒരാളുണ്ടായാൽ പോരാ, ചിലപ്പോൾ 2 പേർ തന്നെ ആ കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി വരും എന്നുള്ളത് നമ്മുടെയൊക്കെ പരിസരത്തെ അനുഭവമാണ്. ആ കുടുംബത്തിൻ്റെ ഈ ചെലവ് മാത്രമല്ല, സാമ്പത്തികമായ ഈ പ്രശ്നം മാത്രമല്ല, ആ കുട്ടിയുടെ പരിചരണത്തിനുണ്ടാകുന്ന ചെലവ് മാത്രമല്ല, മാനസികമായ ആ കുടുംബം അനുഭവിക്കുന്ന, അമ്മ അനുഭവിക്കുന്ന വിഷമം, ആ കുടുംബത്തിലെ മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വളരെ വലുതാണ്. പലപ്പോഴും അമ്മയ്ക്കൊരു ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകാൻ കഴിയാത്ത രീതിയിൽ മിക്കവാറും അമ്മമാരാണത് കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രയാസകരമായ സാഹചര്യത്തിലും തങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗനിർഭരരായ സ്ത്രീകളാണ് ഈ അമ്മമാർ. അവരെ ഞാൻ പ്രത്യേകം അവർക്കൊരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. ഗവൺമെൻറ് സംവിധാനം ഒരുപാടുണ്ട്. നമ്മുടെ ബഡ്സ് സ്കൂളുകളൊക്കെ തുടങ്ങിയത് അതിനാണ്. ഈ മണ്ഡലത്തിൽ തന്നെ വേലൂർ ആശുപത്രിയോടനുബന്ധിച്ചിട്ടുള്ള ബഡ്സ് സ്കൂൾ കേരളത്തിലെ മോഡലാണ്. അമ്മ അത് ഒരു വാക്കല്ല, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഭിന്നശേഷിയുള്ള മക്കളുടെ അമ്മമാർ അവർ സാധാരണ അമ്മമാരല്ല. സ്നേഹത്താലും സഹനത്താലും ത്യാഗത്താലും പ്രതിദിനം പോരാടുന്ന യഥാർത്ഥ വീരന്മാരാണെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. 14 ജില്ലകളിൽ നിന്നായി എത്തിയ അമ്മമാർക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചു. ഇവന്റ് ഡയറക്ടർമാരായ ഡോക്ടർ സജിന മുഹമ്മദ് അലി, ഡോക്ടർ റാഷിദ ഷഹീൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK ഷക്കീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ V ശങ്കരനാരായണൻ, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ KM മുഹമ്മദ് കാസിം കോയ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, ഇടം സാംസ്കാരിക വേദി സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് KK ഫാറൂഖ്, ഗായകൻ ചാർലി തൃശൂർ, ഷറഫു പന്നിത്തടം, സോഷ്യൽ മീഡിയ അവതാരകരായ ശ്രീജ സുകുമാരൻ, KK ഹബീബ് റഹ്മാൻ, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ചാർലി തൃശൂരിന്റെ നേതൃത്വത്തിൽ സംഗീതം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എല്ലാ അർത്ഥത്തിലും നട്ടെല്ലായി നിൽക്കുന്ന അമ്മമാരാണ് ഒന്നാമത്. അമ്മമാരില്ലെങ്കിൽ അല്ലെങ്കിൽ ഉമ്മമാരില്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ഒരനക്കം പോലും ഉണ്ടാകില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനക്ക് മദർ ഓഫ് ഗ്ലോറി ഫോറം എന്ന് പോലും പേര് കൊടുക്കാൻ കാരണം. അമ്മ എന്ന ഐശ്വര്യമാണ് ഇതെല്ലാത്തിനും കാരണഭൂതം എന്നാണ് ഈ മദർ ഓഫ് ഗ്ലോറിയുടെ അർത്ഥം. ആ അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ അമ്മമാർക്ക് വേണ്ടി നമ്മൾ കൂടെ നിന്നുകൊണ്ട് ആ അമ്മമാരെ നമ്മൾ അനുമോദിക്കുന്ന ചടങ്ങാണ് ഒന്നാമതായി നടക്കുന്നത്. രണ്ടാമതായി നമുക്കറിയാം, ഭിന്നശേഷി സുഹൃത്തുക്കളാണ്. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പ്രത്യേകതരം കഴിവുകളുള്ള കുട്ടികൾ തന്നെയാണ് ഭിന്നശേഷിയുള്ളവർ. തികച്ചും വ്യത്യസ്ത രൂപത്തിൽ അവരെ കഴിവുകളെ രേഖപ്പെടുത്താനും അതുവഴി അവർക്ക് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകാനുമുള്ള സാമൂഹിക ഭരണഘടനാപരമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, സാർവദേശീയ സമ്മേളനങ്ങൾ പോലും വിളിച്ചു ചേർത്തത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജോലി സംബന്ധമായ റിസർവേഷൻ പോലും 3% ഉള്ളത് 4% മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരാവശ്യമായി അത് ഉന്നയിക്കുകയും 4%ലേക്ക് സെറിബ്രൽ പാൾസിയും അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതയുള്ള കുട്ടികളെ 100 പേരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ 96 എന്ന് വന്നാൽ ബാക്കി 4% അവർക്കായി നീക്കി വെക്കണമെന്ന് പറയുമ്പോൾ ആ 4% എത്തിക്കുന്നതിന് വേണ്ടി ആ 4% എത്തിച്ചു മാത്രം
PSCയിൽ നിന്ന് ചെയർമാൻഷിപ്പ് പടിയിറങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് വളരെ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. എല്ലാ പരീക്ഷയിലും ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് ആ കുഞ്ഞുമായി വന്നിട്ടുണ്ട് ഒരു പുറം ലോകം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. ആ ഫാമിലി കൊണ്ടുവന്നപ്പോൾ ഞാൻ സത്യത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. പടച്ചവനെ, ഈ 17 വർഷം ഈ സ്ത്രീയുടെ സ്ഥിതി എന്തായിരിക്കും? കുഞ്ഞു പോലെ വളർത്തിയെടുക്കുന്ന രംഗം, രാവം പോലെ കരയെ, ഈ കുഞ്ഞ് കരയുമ്പോഴൊക്കെ ആ പരിസരം കേൾക്കാതിരിക്കാൻ ആ വീട്ടിലുള്ള സൗണ്ട് സ്പീക്കർ വെച്ചുകൊണ്ട് പുറത്ത് കാണാത്ത ശ്രദ്ധിക്കുന്ന ശബ്ദം. എന്തിനേറെ പറയുന്നു, ആ 17ാമത്തെ വയസ്സ് തന്നെ ആ കുട്ടി മരണപ്പെട്ടുന്നതാണ്. 17 വർഷം. അതോടൊപ്പം തന്നെ ആ കുട്ടിയെ പ്രസവിക്കാൻ ഗർഭം ധരിച്ച സമയം ആ സ്ത്രീയുടെ അവസ്ഥ നോക്ക്. അള്ളാഹു എന്ത് ചെയ്തു? സർവാധിപന അള്ളാഹു കരഞ്ഞുകൊണ്ട് കുഞ്ഞിന് വേറെ അള്ളാഹു കൊടുത്തു. ഈ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ത്യാഗമാണ് വലിയൊരു ത്യാഗം. ആ ത്യാഗമാണ് സർവാധിപന അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. എല്ലാം നിനക്ക് മാഷം അർപ്പിച്ച് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.